അതായത് മമ്മൂക്ക ഞാനീ പറഞ്ഞ CD മൂസയും കൊച്ചി രാജാവും കഴിഞ്ഞിട്ടാണ് തുറുപ്പുകുലാൻ ചെയ്യുന്നത്. തുറുപ്പുകുലാനിലും മമ്മൂക്കയുടെ കഥാപാത്രത്തിനൊരു കുട്ടിത്വമുണ്ട്, ബാലരമ വായിക്കുകയും. പിന്നീട് അത് സൂപ്പർ ഗുലാൻ എന്ന് പറഞ്ഞിട്ട് ഈ മാതൃഭൂമിയുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ അതിൻ്റെ ഒരു കാർട്ടൂൺ പോലും വരികയുണ്ടായി. എനിക്ക് തോന്നുന്നു ഗുലാൻ കണ്ടതിലും കൂടുതൽ ആൾക്കാരും കുട്ടികളായിരിക്കും. മമ്മൂക്കയ്ക്ക് പിന്നെ ആ രീതിയിൽ കുട്ടികൾ നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് പറയുന്നു. മിക്കവാറും കുട്ടികളിപ്പം അകത്ത് ടീഷർട്ട് ഇട്ടിട്ട് ഷർട്ട് തുറന്നിട്ടിട്ട് പിന്നെ ഗുലാൻ്റെ പേരിൽ തട്ടുകടകൾ ഉണ്ടാകുക. അപ്പോൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഭവം ആ സിനിമ കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അപ്പോൾ മമ്മൂക്കയെ വെച്ചിട്ട് കുട്ടികളുടെ സിനിമ എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ഈ 60 കോടി രൂപ വേണ്ട സിനിമ 6 കോടിയാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. അത് നമ്മൾ അധ്വാനം കൊണ്ട് കവർ ചെയ്യാൻ നോക്കും. പിന്നെ ചിലയിടത്ത് പൈസ മുടക്കേണ്ടടുത്ത് മുടക്കിയേ പറ്റുള്ളൂ. അന്ന് ആ സിനിമ ആരും പറഞ്ഞു വെച്ചിട്ടില്ല. 5.90 ആ സിനിമ തീർന്നു. 1,57,00,000 രൂപയ്ക്കാണ് സാറ്റലൈറ്റ് പോകുന്നത്. ഫസ്റ്റ് വീക്ക് ഷെയർ എന്ന് പറഞ്ഞാൽ 1,29,00,000 രൂപ അന്നത്തെ കാലത്ത് ഷെയർ വന്നു. പിന്നെ ഒരു മഴ തുടങ്ങി, ഒരു വെക്കേഷനായിരുന്നു ആ സിനിമ വർക്കൗട്ടായി പോകാൻ. കാരണം ചാനലിൽ ഇന്നും ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള സിനിമ എന്നും പട്ടണത്തിൽ പോലും ഉണ്ടാവും ചാനലിൽ. പടം മാത്രമായിരുന്നെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പടത്തിന് ഒരുപാട് ഡിഫക്റ്റുകളുണ്ടായിരുന്നു. ഞാൻ പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പിന്നെ മമ്മൂക്കയുടെ ശബ്ദം, മമ്മൂക്കയാണ് സജസ്റ്റ് ചെയ്തത് ഞാൻ ആ ഭൂതം ഇങ്ങനെ സംസാരിക്കട്ടെ. അപ്പം ഞാനത് 2 കാര്യങ്ങൾ ഒന്ന് വിചാരിച്ചു. കാരണം ഇത്രയും ബേസ് വോയിസ് ഉള്ള ഒരാൾ ആ ഒരു വോയിസ് സംസാരിക്കട്ടെ, അതൊരു പ്രത്യേകതയായാലോ. എല്ലാം റിസ്ക് അല്ലേ. അപ്പോൾ മമ്മൂക്കയുടെ സ്വാതന്ത്ര്യത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയായിരുന്നു. അതെൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തമാണ്. അത് നമുക്ക് സജസ്റ്റ് ചെയ്തെങ്കിലും അത് കുഴപ്പമായെങ്കിൽ എനിക്ക് പറയായിരുന്നു, വേണ്ടെന്ന് പറയായിരുന്നു. പക്ഷേ എനിക്ക് ആ ജഡ്ജ്മെൻറ്റ് എനിക്ക് ശരിയായിട്ടാണ് തോന്നിയത്. പിന്നെ സിനിമ അതിലെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടാവും, അതുകൊണ്ടായിരിക്കും ആ വിചാരിച്ച കളക്ഷൻ വരാനേ. ഈ ഭൂതം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് പോലെ ഇപ്പോൾ മിന്നൽ മുരളി സക്സസ് ആവുന്നത്, അപ്പോൾ ആ പടം നോക്കിക്കാണുമ്പോൾ മുമ്പേ അത്തരം ഒരു തോട്ട് പ്രോസസ്സിലൂടെ കടന്നുപോയ ഒരാളെന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെയൊക്കെ മേക്കിംഗ് ഒക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മളൊരു ഇങ്ങനത്തെ സിനിമകൾ, ഈ സൂപ്പർ പവർ എടുക്കുന്ന സിനിമകളിൽ സെറ്റിങ്സും CG ഇതെല്ലാം വളരെ നല്ല ടൈം എടുത്ത് നല്ല രീതിയിൽ ചെയ്യണം. നമ്മൾ ലിമിറ്റഡ് പാക്കേജിൽ ഒരിക്കലും അത്ര റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയില്ല. അതിന് ഉദാഹരണങ്ങളായിട്ട് പെട്ടെന്ന് തീർന്നു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കരുതി അത്ഭുതപ്പെടാൻ നടക്കാതെ പോയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ സിനിമ മാത്രമല്ല. അപ്പോൾ അത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്. ഇപ്പം നമ്മൾ രാവിലെ ആഗ്രഹിക്കുകയാണ് ഒരു ഉഗ്രൻ സീൻ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ സീൻ ഉണ്ടാവില്ല, സീൻ എടുക്കുക തന്നെ വേണം. അപ്പം അതിനെല്ലാവരും ഇത് ചെയ്ത് ആ സാഹചര്യം വരുമ്പോഴാണ് അതുണ്ടാകുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് CD മൂസ എന്ന് പറയുന്ന സിനിമ ഒരു ചുമ്മാ തമാശ സിനിമയല്ല, ആക്ഷൻ കോമഡിയാണ്. എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള സീക്വൻസുകൾ നല്ല പണം ചിലവാക്കി കഷ്ടപ്പെട്ട് വൃത്തിയായി ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ആ റിസൾട്ട് ഉണ്ടായത്.